വീഡിയോഗ്രാഫിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. ഇന്ന് പല ആവശ്യങ്ങൾക്കും നമ്മൾ ഡ്രോണുകൾ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ ഡ്രോണുകൾ പറഞ്ഞ ചില വീഡിയോകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായി മോളിക്യൂൾസ് എന്ന ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. തോമസ് ജിബേഴ്സൺ എന്നൊരു അമേരിക്കൻ ആക്ടറിനെ അന്റോണിയോ എന്നൊരു കൊലയാളി കൊലപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയുണ്ടായി. തുടർന്ന് ഒരു വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നുവെന്ന് പോലീസിന് ഇൻഫർമേഷൻ ലഭിക്കുകയും ഉടനെ പോലീസ് ആ വീട് വളയുകയും ചെയ്തു. എന്നാൽ അന്റോണിയോ ഒരു കൊലയാളി ആയതുകൊണ്ട് തന്നെ പോലീസ് ഒരു ഡ്രോണിനെ ആ വീട്ടിലേക്ക് കടത്തിവിട്ടു. രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ലാതെ അന്റോണിയോ ആ ഡ്രോണിന് മുന്നിൽ കീഴടങ്ങി. ദാ ഇവിടെ ഒരു പെൺകുട്ടി ഗോൾഫ് കളിക്കുന്നത് അടുത്തുള്ള ആരോ ഡ്രോണിൻ്റെ സഹായത്തോടെ വീഡിയോ എടുക്കുന്നതായി കാണാം. എന്നാൽ ആ ഡ്രോണിൻ്റെ സൗണ്ടിൽ ഇറിറ്റേറ്റായ ആ പെൺകുട്ടി എന്താണ് ചെയ്തതെന്ന് കണ്ടു നോക്കൂ. മറ്റ് രാജ്യങ്ങളിൽ ബീച്ച് സൈഡിൽ സൂര്യന് താരെ സൺബാത്ത് എടുക്കുന്നത് നമ്മൾ സിനിമയിലെല്ലാം കണ്ടു കാണും. എന്നാൽ ബീച്ചിൽ പോകാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാകണം ദാ ഈ ചേച്ചി ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലായി സൺബാത്ത് എടുക്കുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും എവിടെ നിന്നോ ഒരു ഡ്രോൺ വീഡിയോ എടുക്കാൻ തുടങ്ങി. ചേച്ചിയാകട്ടെ ഇത് കണ്ടത് അവിടെ നിന്നും ഓടി ഒളിച്ചു. തുടർന്ന് അവിടെയുള്ള ഒരു വലിയ മോപ്പ് എടുത്ത് ആ ഡ്രോണിനെ അടിച്ചിടാനായി ഓടി വന്നു. ദാ ഇവിടെ ഒരു വലിയ വിൻഡ് മില്ല് കാണാം. എന്നാൽ ഈ വിൻഡ് മില്ലിൻ്റെ മുകളിലോട്ട് ക്യാമറ ഒന്ന് കൊണ്ടുപോയാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരാൾ കിടന്നുറങ്ങുന്നതായി കാണാം. എങ്ങനെയാണ് ഇയാൾ ഇതിൽ കയറിയത് എന്നറിയില്ല. എങ്കിലും ഒരു ഡ്രോൺ ക്യാമറയിൽ ഇത് പതിയുകയും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാകുകയും ചെയ്തു. തൻ്റെ നായക്കുട്ടിയെ വാക്കിങ്ങിന് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണം തൻ്റെ കയ്യിലുള്ള ഡ്രോൺ ഉപയോഗിച്ച് അതിനെ വാക്കിംഗ് ചെയ്യിപ്പിക്കുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഡ്രോണിനെ അലക്ഷ്യമായി ഉപയോഗിച്ച് അത് കേടാകാൻ തുടങ്ങി. തുടർന്ന് ആ ഡ്രോൺ ആ നായക്കുട്ടിയും കൊണ്ട് ആകാശത്തേക്ക് പറന്നു പോകുന്നു. എന്നാൽ ഇതിലെ മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ ഇത് എഡിറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഡ്രോൺ വീഡിയോ അല്ല, ഒരു ജയിലിലെ CCTV ദൃശ്യമാണ്. ജയിലിലുള്ള ഒരു ജയിൽ പുള്ളിക്ക് ഡ്രോൺ വഴി മറ്റാരും കാണാതെ ഒരു പാഴ്സൽ വന്നു. എന്നാൽ അയാൾക്കത് കറക്റ്റായി പിടിക്കാൻ പറ്റിയില്ല. ഇത് അവിടെയുള്ള CCTVയിൽ പതിയുകയും അധികാരികൾ ആ പാഴ്സൽ ആ ജയിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്തു. ഇത്തരം ഉയരത്തിൽ ആ ബൈക്ക് വരുമെന്ന് ആ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്ത ആൾ വിചാരിച്ചു കാണില്ല. ഇതുപോലെ റേസിങ്ങിനിടയിൽ ഡ്രോൺ നഷ്ടമായ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദാ ഇവിടെ ഒരു ഡ്രോൺ ഒരു വിമാനത്തിൻ്റെ വിങ്സ് തകർത്താണ് പറന്നു പോകുന്നത്. ഇത് വിമാനത്തിലുള്ള ഒരാൾ ക്യാമറയിൽ പകർത്തി. ചൈനയിലെ ഒരു സൂവിൽ പുലികളുള്ള ഒരു മൃഗശാലയിലേക്ക് ഒരു ഡ്രോൺ കടത്തിവിട്ടു. പുലികളാകട്ടെ തങ്ങളെ ആക്രമിക്കാൻ വന്ന ഏതോ ഒരു പക്ഷിയെന്ന് കരുതി ഡ്രോണിൻ്റെ പുറകെ കൂടി. കൂട്ടത്തിലെ ഒരു പുലി ഇതിനെ പിടികൂടുകയും ചെയ്തു. എന്നാൽ ഇതവർ ഉദ്ദേശിച്ച കാര്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ആ ദൗത്യം പിൻവലിച്ചു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്ര മാത്രമാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ